ലേക്ക് കടക്കുകയാണ്. യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഗത്യന്തരമില്ലാതെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ. കുറ്റം ചെയ്തിട്ടല്ല രാജിയെന്നും നേതൃത്വമോ നേതാക്കളോ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. അടൂരിലെ വസതിയിൽ മാധ്യമങ്ങളെ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരണങ്ങൾക്കൊടുവിലാണ് രാജിപ്രഖ്യാപനം നടത്തിയത്. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. അത് സൈബറിടത്തിൽ, തെരുവിൽ, പ്രക്ഷോഭങ്ങളിൽ, മാധ്യമങ്ങളിൽ ഞങ്ങൾ ആഞ്ഞടിക്കും. ആ ആഞ്ഞടിക്കേണ്ട സമയത്ത് തന്നെ ന്യായീകരിച്ചുകൊണ്ടിരിക്കലല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യത എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ സമയത്തെ കൂടി മാനിച്ചുകൊണ്ട് അവർക്ക് വലിയ ജോലിയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും വരികയാണ്. അപ്പോൾ അവർ ആ ജോലിയാണ് ചെയ്യേണ്ടത്. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചു. ആരോപണങ്ങൾ ഉന്നയിച്ചവരോട് തെളിവ് ഹാജരാക്കാനും പരാതി നൽകാനും രാഹുൽ ആവശ്യപ്പെട്ടു. യുവനടി പറഞ്ഞത് തന്നെക്കുറിച്ചല്ല എന്നാണ് രാഹുലിന്റെ വാദം. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചു. ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതിയുണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിലെത്തുമ്പോൾ കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ്. പക്ഷേ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല. ഒരു ശ്രീലങ്കയിൽ ലവ് ചിഹ്നവും കാണിച്ചിട്ട് ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഞാൻ ചോദിക്കുന്ന, അത് കണ്ടിട്ട് അതൊരു ഫ്ലേർട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവർ എന്നെപ്പറ്റി മറ്റു തെളിവുണ്ടെങ്കിൽ പ്രശ്നം തീർന്നില്ലേ? ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു? MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടി പറഞ്ഞില്ല. എന്നാൽ വിവാദങ്ങൾ ശക്തമായതോടെ രാഹുലിന്റെ നേതൃത്വം കൈയൊഴിയുകയായിരുന്നു. ആരായാലും മുഖം നോക്കാതെ നടപടി ഉണ്ടാകും എന്നായിരുന്നു വിവാദങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടിയെടുക്കുകയും ചെയ്യും. ഒരു വിട്ടുവീഴ്ചയില്ല. ആരായാലും അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും. ഞാൻ പറയല്ല, മുഖം നോക്കാതെ നടപടിയെടുക്കും. ആരായാലും, എത്ര വലിയ നേതാവായാലും ഒരു വിട്ടുവീഴ്ച അക്കാര്യത്തിൽ ഉണ്ടാവില്ല. അക്കാര്യത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുക്കും. പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള, ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടിയെടുക്കുക. അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീജിയർ ഉണ്ട്. വിവരങ്ങളുമായി അരുൺരാജ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർത്താ സമ്മേളനത്തിന് വിവരങ്ങളുമായി ചേരും. ഒപ്പം തന്നെ ശ്രീജിത്ത്, സലീം മാലിക് എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരും. ആദ്യം അരുൺരാജിലേക്കാണ്. അരുൺരാജ്, തനിക്കെതിരെ ഒരു തെളിവുമില്ല, ഒരു പരാതിയും ഇതുവരെ പോലീസിന് മുമ്പിലേക്ക് എത്തിയിട്ടില്ല. യുവനടി പറഞ്ഞത് തന്നെക്കുറിച്ചാണ് എന്ന് താൻ കരുതുന്നില്ല എന്നതടക്കമുള്ള ന്യായീകരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് സ്വമേധയാണ് തൻ്റെ രാജി എന്ന നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വീകരിക്കുന്നത്. പക്ഷേ അതങ്ങനെയല്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കോൺഗ്രസിൽ ഉണ്ടായത്. നേരത്തെ രാഹുൽ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുമ്പ് നേതാക്കളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. കർശന നിലപാടിലേക്ക് നേതൃത്വം പോയി, അതിന് പിന്നാലെ രാജി ചോദിച്ചു വാങ്ങുന്ന നിലയിലേക്ക് പോയി എന്നാണോ മനസ്സിലാക്കേണ്ടത് അരുൺരാജ്? റിജിത്ത്, തീർച്ചയായും ഇന്നലെ മുതൽ ഉയർന്ന ആരോപണങ്ങൾ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും അതിൻ്റെ കൂടുതൽ വ്യാപ്തിയിലേക്ക്, കൂടുതൽ ആഴത്തിലേക്ക് ആരോപണങ്ങളുടെ ശക്തി വർദ്ധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ന് രാവിലെയോടെ ആ ആരോപണങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നു. കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമടക്കം ഉണ്ടാവുകയും ചെയ്തു. രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വളരെ മോശമായ പ്രവണതയാണെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകളടക്കം പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും രാഹുലിനെ കൈയൊഴിഞ്ഞത്. ഇന്നലെ പ്രതിരോധമായിരുന്നുവെങ്കിൽ ഇന്ന് പൂർണ്ണമായും കൈയൊഴിഞ്ഞ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് അസന്ധിഗ്ധമായി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ വിശദീകരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ തന്റെ വസതിയിൽ കണ്ടത്. അവിടെ വെച്ചും നാടകീയമായ നീക്കങ്ങളാണ് രാഹുൽ മുന്നോട്ട് വെച്ചത്. കാരണം താൻ രാജിവെച്ചിട്ടില്ല, അത്തരം വാർത്തകൾ പോലും പ്രചരിക്കുന്നത് അസംബന്ധമാണ്, അസത്യമാണ് എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ, വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി വെച്ചത്. പക്ഷേ ഓരോ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയുകയായിരുന്നില്ല. തന്റെ വാദങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട്
ഈ ആരോപണങ്ങളിൽ നിന്ന് പൂർണ്ണമായും മുക്തി താൻ നേടിയെന്ന് ആവർത്തിക്കുന്ന നിലപാടാണ് കണ്ടത്. പക്ഷേ അതിനപ്പുറം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായോ വ്യക്തമായോ മറുപടി നൽകാൻ രാഹുലിന് ഒരു ഘട്ടത്തിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഉയർന്നു വന്ന പരാതികൾ ഏതെങ്കിലും തരത്തിൽ ആരോപണമുണ്ടെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകട്ടെ, നിയമപരമായി നടപടി സ്വീകരിക്കട്ടെ എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കാരണം ഈ തുടക്കത്തിൽ തന്നെ യുവതികളടക്കം പറഞ്ഞത് ഇക്കാര്യത്തിൽ പരാതിയുമായി തന്നെ മുന്നോട്ട് പോകുന്നില്ല, അത്തരമൊരു സാഹചര്യമല്ല ഉള്ളത്. സ്വയം ഇക്കാര്യത്തിൽ ഒരു മാറ്റം രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നതാണ് പരാതി ഉന്നയിച്ചവർ ആവർത്തിക്കുന്നത്. ഈ കാര്യം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഈ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ടാണ് രാഹുൽ തുടക്കം മുതൽ ഒടുക്കം വരെ വാർത്താ സമ്മേളനം മുന്നോട്ട് കൊണ്ടുപോയതും കാഴ്ച. എന്തായാലും അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനത്തിന്റെ ഒടുവിലാണ് താൻ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് സ്വയം പ്രഖ്യാപിത നിലപാടാണെന്ന് രാഹുൽ ആവർത്തിക്കുമ്പോൾ അത് അങ്ങനെയല്ല. നിലവിൽ കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ശരണും ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ നിലപാടെടുത്തു. രാജിയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കാരണം സംസ്ഥാന യൂത്ത് കോൺഗ്രസിനുള്ളിൽ തന്നെ രാവിലെ മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പൊട്ടിത്തെറികളും വിമർശനങ്ങളും അടക്കം കണ്ടതാണ്. ഒടുവിൽ ഈ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരടക്കം രംഗത്ത് വരുന്ന കാഴ്ചയും കണ്ടതാണ്. ഒടുവിലാണ് ഈ ഗത്യന്തരമില്ലാതെ ഒടുവിൽ രാജി എന്ന ഒരു നിലപാടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയത്. എന്തായാലും ഇനി എന്ത് തുടർ നീക്കങ്ങൾ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. MLA സ്ഥാനമടക്കം രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ സംഘടനകളടക്കം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ നിലപാട് കോൺഗ്രസോ രാഹുൽ മാങ്കൂട്ടത്തിലോ വ്യക്തമാക്കിയിട്ടില്ല. അരുൺരാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ശ്രീത്ത് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീത്ത്, ഈ സ്വമേധയാ രാജിവെക്കുന്നു, പ്രവർത്തകർക്ക് മറുപടി പറയേണ്ട നിലയിലേക്ക് അവരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുന്നില്ല, സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ട ഈ സമയത്ത് താനിതാ സ്വയം രാജിവെക്കുന്നു. പക്ഷേ അത് കുറ്റക്കാരനാണ് എന്ന് താൻ വിലയിരുത്തിക്കൊണ്ടല്ല, ഈ സമയത്ത് സ്വന്തം ഇഷ്ടപ്രകാരം രാജിവെക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശദീകരണം. പക്ഷേ അതങ്ങനെയല്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ്. നേതാക്കളുടെ പ്രതികരണവും സമീപനവും നമുക്ക് മുമ്പിൽ വ്യക്തം. ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി കൊണ്ട് ഈ വിവാദത്തെ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ? ശ്രീജിത്ത്, റിജിത്ത്, രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടതുകൊണ്ടോ അല്ലെങ്കിൽ നേതൃത്വം ആവശ്യപ്പെട്ടതുകൊണ്ടോ അല്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ന്യായീകരണം ഈ രാജിവെക്കുന്നതിന് മുമ്പുള്ള ഒരാളുടെ അവകാശവാദമായി മാത്രം കണ്ടാൽ മതി. എന്നാൽ രാഹുലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും എടുത്ത കർശനമായ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ രാജിയിൽ കലാശിച്ചത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. ഇവിടെ പാലോട് രവിയുടെ രാജി വെച്ച സാഹചര്യം കൂടി നമ്മൾ താരതമ്യം ചെയ്താൽ അതിന് സമാനമായ നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യവും ഉണ്ടായത്. പാലോട് രവിക്കെതിരെ ഒരു ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തോട് രാജിവെക്കാൻ സ്വയം രാജിവെച്ചു എന്ന വിവരമാണ് KPCC പുറത്തുവിട്ടത്. എന്നാൽ വാസ്തവം അതല്ല, KPCC രാജി ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. അന്നും ഒരു പാലോട് രവി പറഞ്ഞത് താൻ സ്വമേധയാ രാജിവെക്കുന്നതാണ്. അതേ ശൈലിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലും സ്വമേധയാ രാജിവെക്കുന്നു എന്ന വാദം ആവർത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ രാജി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ്. അപ്പോൾ MLA ആയ ഒരാൾക്കെതിരെ കൂടിയാണ് ഈ ആക്ഷേപം വന്നിരിക്കുന്നത്. എന്നാൽ ആക്ഷേപങ്ങൾ പൊതുമണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ. നിയമപരമായ സംവിധാനത്തിൽ കോടതിയിലോ അല്ലെങ്കിൽ പോലീസിലോ ഇതുവരെ പരാതികൾ ഇല്ല. അതുകൊണ്ട് തന്നെ ആ പരാതികളില്ലാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അതിസങ്കീർണമായ രീതിയിലേക്ക്, ഗുരുതരമായ രീതിയിലേക്ക് പോകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ ആശ്വാസം കൊള്ളുന്നുണ്ട്. എങ്കിൽ പോലും ഇനി പരാതി വരുമോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും അദ്ദേഹത്തിന് നിയമസഭാംഗത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുക. ഈ നിയമസഭയുടെ കാലാവധി തീരാൻ ഇനി കഷ്ടിച്ച് 6-7 മാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി രാജിവെപ്പിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് നിന്ന് നിയമസഭാംഗത്വം കിട്ടുമോ എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. കാരണം ഇത്രയധികം പരാതികളും ആക്ഷേപങ്ങളും വന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ അത് തിരിച്ചടിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും തന്നെ കോൺഗ്രസിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും ഈ രാജി കൊണ്ട് തന്നെ വിവാദം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം വെച്ചുപുലർത്തുന്നത്. എങ്കിലും MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ മറ്റു പരാതികൾ ഉയർന്നു വരുമോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും അത്തരം കാര്യങ്ങളിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയുക. ശ്രീത്ത്, ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് സംഘടനാ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഉയർന്നു വരുന്നത് നേരത്തെ ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹം പാലക്കാട് MLA കൂടിയാണ്. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമൊക്കെ ഇന്നത്തെ വാർത്താപ്പകലിൽ നമ്മൾ കണ്ടു. പക്ഷേ അതിലും ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് CPM-നൊക്കെ എത്രത്തോളം ആ ആവശ്യം ശക്തമായി ഉയർത്താൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലടക്കം രാഹുൽ ചൂണ്ടിക്കാട്ടുന്നത് മുകേഷിൻ്റെ കേസിലൊക്കെ എന്ത് സമീപനം സ്വീകരിച്ചു എന്നുള്ള കാര്യമൊക്കെ ചോദ്യമായി തിരിച്ച് ഉയർത്തിക്കൊണ്ടാണ്. അങ്ങനെ ഇതിനപ്പുറത്തേക്കൊരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ ഇനി പോകാനുള്ള സാധ്യതയുണ്ടോ ശ്രീ?
റിജിത്ത് ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇക്കാര്യത്തിലെ പ്രശ്നം. കൊല്ലം എം എൽ എ ആയ എം മുകേഷിനെതിരെ ആക്ഷേപങ്ങളും പരാതികളും കേസുകളും മറ്റും വന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നപ്പോൾ CPM പറഞ്ഞത് ഈ പരാതിയിൽ മേലുള്ളൊരു പരാതിയാണുള്ളത്, ആ പരാതിയുടെ നിജസ്ഥിതി സത്യാവസ്ഥ എന്താണെന്ന കാര്യം ബോധ്യപ്പെട്ടാൽ രാജിവെക്കുന്ന MLAക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ ബോധ്യപ്പെടട്ടെ, കേസിൻ്റെ തീരുമാനങ്ങളിലേക്ക് വരട്ടെ, ആ ഘട്ടത്തിൽ രാജി വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കാമെന്നാണ് CPM നേതൃത്വം മുകേഷിൻ്റെ കാര്യത്തിൽ വ്യക്തമാക്കിയത്. അതേ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിളായി വരും. ആ വാദമായിരിക്കും കോൺഗ്രസ് തിരിച്ചുയർത്താൻ പോകുന്നത്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെയും രേഖാമൂലമുള്ളൊരു പരാതി നിയമസംവിധാനത്തിന് മുന്നിലേക്ക് വന്നിട്ടില്ല എന്നതും വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയില്ല എന്നുള്ളതും മുകേഷിന്റെ കാര്യത്തിലെ വാദങ്ങളും ചൂണ്ടിക്കാണിച്ച് പിടിച്ചു നിൽക്കാനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.